Hi all, welcome back to Click. അപ്പോൾ നമ്മൾ ഡേ 10 എത്തി നിൽക്കുകയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യുന്ന സോ കോൾഡ് ബ്ലിറ്റ്സ്, PYQ ബ്ലിറ്റ്സ് അല്ലേ? സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is not a set operation in SQL? നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. യൂണിയൻ, ഓൾ, മൈനസ്, പ്ലസ്. ബേസിക്കലി എന്താണ് സെറ്റ് ഓപ്പറേഷൻസ് SQLനകത്ത്? രണ്ടോ അതിലധികമോ ക്വറീസിന്റെ റിസൾട്ട്സ് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെറ്റ് ഓപ്പറേഷൻസ് SQLൽ യൂസ് ചെയ്യുന്നത്. SQLനകത്തുള്ള സ്റ്റാൻഡേർഡ് സെറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് യൂണിയൻ, അതുപോലെ തന്നെ യൂണിയൻ ഓൾ, പിന്നെ മൈനസ്. ചില ഡേറ്റാബേസിൽ ഇൻസ്റ്റെഡ് ഓഫ് മൈനസ് വി യൂസ് what we say except. Okay, plus എന്തുകൊണ്ടാണ് ഒരു സെറ്റ് ഓപ്പറേഷൻ ആവാത്തത്? നോ സെറ്റ് ഓപ്പറേഷൻ നെയിംഡ് പ്ലസ് ഇൻ SQL അറ്റ് ഓൾ. പ്ലസ് സിമ്പിൾ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അരിത്തമെറ്റിക് അഡീഷൻ അല്ലെങ്കിൽ സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലസ് സിമ്പിൾ യൂസ് ചെയ്യുന്നത് തന്നെ, ലൈക്ക് ഒറാക്കിൾ പോലെയുള്ള ഡേറ്റാബേസിൽ. ദാറ്റ്സ് വൈ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ വി ക്യാൻ സേ ദാറ്റ് പ്ലസ് ഈസ് നോട്ട് എ സെറ്റ് ഓപ്പറേഷൻ, സ്റ്റാൻഡേർഡ് സെറ്റ് ഓപ്പറേഷൻ ഇൻ SQL. ഓക്കെ, സോ ഈ ആൻസർ ആണ് നിങ്ങൾ ബബിൾ ചെയ്യേണ്ടത്. Let's move to the next question. Which of the following is an attribute that can uniquely identify a row in a table? നോക്കൂ, tuple, index, candidate key, none of the above. None of the above ലേക്ക് പോകരുത്, candidate key. അതല്ലേ റൈറ്റ് ആൻസർ വരുന്നത്? Candidate key എന്ന് പറഞ്ഞാൽ എന്താണ്? It's an attribute or set of attributes in a database table that uniquely identifies a row. ഇതൊരു പൊട്ടൻഷ്യൽ പ്രൈമറി കീ അല്ലേ? അതായത് കാൻഡിഡേറ്റ് കീസിൽ നിന്നാണ് നമ്മൾ പ്രൈമറി കീ ചൂസ് ചെയ്യുന്നത് തന്നെ. പ്രൈമറി കീസ് മസ്റ്റ് ബി യുണീക് ആൻഡ് നോട്ട് നൾ ഫോർ എവറി റോ ഇൻ ദ ടേബിൾ. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, candidate key. Now let's move to the next question. Which of the following concurrency control protocols ensure both conflict serializability and freedom from deadlock? ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, വിച്ച് ഇസ് ടൈം സ്റ്റാമ്പ് ഓർഡറിംഗ് ആണ്. എന്താണ് സീരിയലൈസബിലിറ്റി എന്നത് തൊട്ട് തന്നെ ഇതിനകത്ത് നമുക്ക് നോക്കാം. കൺകറൻസി കൺട്രോൾ പ്രോട്ടോകോൾസ് ഇൻ ഡേറ്റാബേസസ് ആർ യൂസ്ഡ് ടു എൻഷുർ, ഈ സെന്റൻസ് ആണ് പറയുന്നത് കേട്ടോ, എൻഷുർ ബോത്ത് കോൺഫ്ലിക്ട് സീരിയലൈസബിലിറ്റി ആൻഡ് ഫ്രീഡം ഫ്രം ഡെഡ്ലോക്ക്. എന്താണ് ഈ സീരിയലൈസബിലിറ്റി എന്ന് പറഞ്ഞാൽ? കറക്റ്റ്നെസ് ഓഫ് കൺകറന്റ് ട്രാൻസാക്ഷൻസ്. ഓക്കെ, ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. ഇത് സീരിയലൈസബിലിറ്റി, കറക്റ്റ്നെസ് ഓഫ് കൺകറന്റ് ട്രാൻസാക്ഷൻസ്. ഇനി ഡെഡ്ലോക്ക്, ഫ്രീഡം ഫ്രം ഡെഡ്ലോക്ക് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അവോയ്ഡിങ് ഇൻഡെഫിനിറ്റ് വെയിറ്റിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ്. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കോൺസെപ്റ്റ്സ് ഒക്കെ തന്നെയാണ് ഇത്. ഇനി നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് ആദ്യം തന്നെ അനലൈസ് ചെയ്യാം. ഫസ്റ്റത്തത് ഏതായിരുന്നു? 2 ഫേസ് ലോക്കിംഗ് അല്ലേ തന്നിരിക്കുന്നത്. ഈ 2 ഫേസ് ലോക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് എൻഷുർസ് കോൺഫ്ലിക്ട് സീരിയലൈസബിലിറ്റി ബൈ ഫോളോയിങ് എ ഗ്രോയിങ് ആൻഡ് ഷ്രിങ്കിങ് ഫേസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 2 ഫേസ് ലോക്കിംഗ് എന്ന് പറയുമ്പോൾ ഗ്രോയിങ് ആൻഡ് ഷ്രിങ്കിങ് ഫേസ് ഓഫ് ലോക്ക് അക്വിസിഷൻ ആൻഡ് റിലീസ്. ലോക്ക് അക്വിസിഷൻ അതുപോലെ ലോക്ക് റിലീസും ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് 2PL നമുക്ക് കോൺഫ്ലിക്ട് സീരിയലൈസബിലിറ്റി എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഡെഡ്ലോക്കിൽ നിന്ന് ഫ്രീഡം ഫ്രം ഡെഡ്ലോക്സ് ദാറ്റ് 2PL കനോട്ട് അഷ്വർ. ഈ 2PL വേണമെങ്കിൽ ഡെഡ്ലോക്കിന് കാരണം തന്നെ ആയേക്കാം. കാരണം ട്രാൻസാക്ഷൻസ് മേ ഹോൾഡ് ലോക്സ് വൈൽ വെയിറ്റിംഗ് ഫോർ അതേഴ്സ് ടു റിലീസ് ദെയേഴ്സ്. മനസ്സിലായോ? അപ്പൊ ഇവിടുത്തെ ഒരു വെർഡിക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? It does not prevent deadlocks at all. So 2 phase locking cannot be the answer. ഇനി നെക്സ്റ്റ് വരുന്നത് ടൈം സ്റ്റാമ്പ് ഓർഡറിംഗ് അല്ലെങ്കിൽ TO എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതാണ് റൈറ്റ് ആൻസർ എന്നാണ് നമ്മൾ പറഞ്ഞത്. അതായത് കോൺഫ്ലിക്ട് സീരിയലൈസബിലിറ്റി എൻഷുർ ചെയ്യുകയും ചെയ്യും, അതുപോലെ തന്നെ ഫ്രീഡം ഫ്രം ഡെഡ്ലോക്സും ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ടൈം സ്റ്റാമ്പ് ഓർഡറിംഗ് എങ്ങനെയായിരിക്കും ഈ സീരിയലൈസബിലിറ്റി എൻഷുർ ചെയ്യുന്നത്? By assigning each transaction a timestamp. Timestamp അങ്ങോട്ട് അസൈൻ ചെയ്ത് കൊടുക്കും ഓരോ ട്രാൻസാക്ഷനും. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിന്റെ എക്സിക്യൂഷൻ നടക്കുന്നത് ടൈം സ്റ്റാമ്പ് ഓർഡറിലാണ് എന്നങ്ങ് ഉറപ്പുവരുത്തും. ഓക്കെ, ഇനി ഡെഡ്ലോക്സ് എന്നുള്ള ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്നത് ആക്ച്വലി വെയിറ്റിംഗ് വരുന്നില്ല ഇതിനകത്ത്. അതുകൊണ്ടാണ്, അതായത് ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യും? ഓർഡർ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അബോർട്ട് ചെയ്യും. അതുവഴി നമുക്ക് ഡെഡ്ലോക്സ് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദിസ് ഇസ് ദ റൈറ്റ് ആൻസർ. ബോത്ത് A and B wrong answer. None of the above, that is also wrong answer.
Let's move to the next question. Dash is a stored procedure in database which is automatically invoked whenever a special event in the database occurs. Of course, trigger. Option D. അല്ലേ? ബാക്കിയുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യം കൂടിയില്ല. ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു ഡെഫിനേഷൻ തന്നെയാണ് ഇത്. അതായത് ട്രിഗർ ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്റ്റോർഡ് പ്രൊസീജിയർ ഇൻ എ ഡേറ്റാബേസ് ദാറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി ഇൻവോൾവ്ഡ് വെൻ സ്പെസിഫൈഡ് ഇവന്റ് ഒക്കേഴ്സ്. ഈ സ്പെസിഫൈഡ് ഇവന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻസേർട്ട് ആവാം, അപ്ഡേറ്റ് ആവാം, അല്ലെങ്കിൽ ഡിലീറ്റ് ആവാം, അങ്ങനെയുള്ള ഏത് ഓപ്പറേഷൻസും ടേബിളിൽ നടക്കുന്നത് അതാവാം. നമ്മുടെ മെറ്റീരിയലിനകത്ത് ഒരു ട്രിഗറിന്റെ എക്സാമ്പിൾ അടക്കം നമ്മൾ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പ്ലീസ് ഡു റീഡ് ദാറ്റ് കംപ്ലീറ്റ്ലി. ഓക്കെ, ഇനി ബാക്കിയുള്ള കോൺസെപ്റ്റ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, റിക്കവറി എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു റീസ്റ്റോറിംഗ് എ ഡേറ്റാബേസ് ആഫ്റ്റർ ഫെയിലിയർ. ഒരു ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ടഡ് പ്രൊസീജിയർ ഒന്നും അല്ല. ഓക്കെ, ആൻഡ് കമ്മിങ് ടു ഫംഗ്ഷൻ. ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റോർഡ് പ്രൊസീജിയർ ദാറ്റ് റിട്ടേൺസ് എ വാല്യൂ ആൻഡ് ഈസ് എക്സ്പ്ലിസിറ്റ്ലി called by the queries. So this is not satisfactory. It's incorrect. And coming to the next one, schedule. Schedule എന്താണ്? It is used for job automation. അതായത് ക്രോൺ ജോബ്സ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ടാസ്ക് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഈസ് നോട്ട് സെയിം ആസ് ദ ട്രിഗർ. അതായത് ട്രിഗറിന്റെ കേസിൽ എന്താണ്? റിയൽ ടൈമിൽ ഡേറ്റ ചേഞ്ചസിന് റിയാക്ഷൻ ആണ് നടക്കുന്നത് അല്ലേ? സോ ഇറ്റ് കനോട്ട് ബി കൺസിഡേർഡ് ആസ് എ സ്റ്റോർഡ് പ്രൊസീജിയർ അറ്റ് ഓൾ. ദ കറക്റ്റ് ആൻസർ ഈസ് ട്രിഗർ. Let's move to the next question. Which operation extracts specified columns from a table? ഏതായിരിക്കും? പ്രൊജക്റ്റ് അല്ലേ? റിലേഷണൽ ആൾജിബ്രയിലാണ് തന്നിട്ടുള്ളത്. അതായത് പ്രൊജക്റ്റ് ഉണ്ട്, എക്സ്ട്രാക്ട്സ് സ്പെസിഫൈഡ് കോളംസ് ഫ്രം എ ടേബിൾ. കോളംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ പ്രൊജക്റ്റ് എക്സ്ട്രാക്ട്, സെലക്ട്, റിട്രീവ്. റിലേഷണൽ ആൾജിബ്രയിലെ കോൺസെപ്റ്റ് ആണ് ഈ പ്രോജക്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. യൂസ് ടു എക്സ്ട്രാക്ട് സ്പെസിഫിക് കോളംസ് ഓർ ആട്രിബ്യൂട്ട്സ് ഫ്രം എ റിലേഷൻ. റിലേഷൻ എന്ന് പറയുമ്പോൾ റിലേഷണൽ ആൾജിബ്രയിലെ ടേബിൾ ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രൊജക്റ്റ് പൈ വെച്ചിട്ടാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. അപ്പൊ നമുക്ക് ഏതൊക്കെ കോളംസ് ആണ് വേണ്ടതെങ്കിൽ പൈ ഓഫ് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? കോളം 1 ഏതാണെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യുക, കോളം 2 ഉണ്ടെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യുക, എക്സെട്ര. ദെൻ ഏതാണ് റിലേഷനിലെങ്കിൽ ആ റിലേഷൻ സ്പെസിഫൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ സേ പൈ ഓഫ് നെയിമും ഏജും 2 കോളംസ്. വി നീഡ് ടു എക്സ്ട്രാക്ട് ദിസ് ഫ്രം ദ റിലേഷൻ സ്റ്റുഡൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പൈ ഓഫ് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി. ദിസ് ഈസ് ഹൗ വി പെർഫോം പ്രൊജക്ട് ഓപ്പറേഷൻ. സെക്കൻഡ് ഓപ്ഷൻ നോക്കിക്കേ, സെലക്ട് ഓപ്പറേഷൻ പറയുന്നുണ്ട്. സെലക്ട് എന്ന് പറയുമ്പോൾ റോ വെച്ചിട്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് റിലേഷണൽ ആൾജിബ്രയ്ക്കകത്ത് അത് നമ്മൾ സ്പെസിഫിക് റോസ് കണ്ടീഷൻ ബേസ്ഡ് ആയിട്ട് നമുക്ക് റിട്രീവ് ചെയ്യണമെങ്കിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എക്സ്ട്രാക്ട് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ തന്നെ എസ്ക്യൂഎലിനകത്ത് വരുന്നില്ല. സോ വി ആർ നോട്ട് കൺസിഡറിങ് ദാറ്റ്. ആൻഡ് ദ ഫൈനൽ വൺ ഡി, റിട്രീവ് അല്ലേ? ഇത് ആക്ച്വലി റിട്രീവ് ചെയ്യാന്ന് പറയുമ്പോൾ ആക്ച്വലി ഒരു ജനറൽ ടേം ഫോർ ഗെറ്റിംഗ് ഡേറ്റ, അല്ലാതെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റിലേഷണൽ ആൾജിബ്ര ഓപ്പറേഷൻ ഒന്നും അല്ല. Okay, so the right answer is option A, project. Let's move to the next question. Consider a schema R of W, X, Y, Z with functional dependencies. Okay, W to X ഒരെണ്ണം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, Y to Z ഒരെണ്ണം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. The decomposition of R into R1 of WX and R2 of YZ is. See, I'm not going to explain this at all. You may wonder why. Because ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ആൻസർ വരുന്നത് ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസർ കീയില് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷെ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഡിപെൻഡൻസി പ്രിസർവിംഗ് ആൻഡ് ലോസ്ലെസ് ജോയിൻ. എങ്ങനെയാണ് അത് കണ്ടുപിടിക്കാന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നേരത്തെ ആൻസർ ചെയ്തപ്പോൾ ഈ ക്വസ്റ്റ്യൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ആലോചിക്കണം. ഒരു ട്രേഡ്സ്മാൻ പോസ്റ്റിലേക്കാണ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ. ഓക്കെ, അപ്പൊ അതിനകത്തെ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ നമ്മൾ ആൻസർ ചെയ്യുന്നതെന്നുള്ളത് ഈസിലി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ പ്ലീസ് ഡു വാച്ച് ദോസ് വീഡിയോസ് ആസ് വെൽ. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഡിപെൻഡൻസി പ്രിസർവിംഗ് ആൻഡ് ലോസ്ലെസ് ജോയിൻ. Let's move to the next question. Which of the following is falls in ER and relational model? Okay. എന്താണ് ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്? An attribute of an entity can have more than one value. True. We can have an entity with multi-valued attributes. അതല്ലേ മീൻ ചെയ്യുന്നത്. ലൈക്ക് ഒരു
ഫോൺ നമ്പർ എടുക്കുകയാണെങ്കിൽ ഒരു സ്റ്റുഡന്റിന് മൾട്ടിപ്പിൾ ഫോൺ നമ്പേഴ്സ് ഉണ്ടാവാം. ഓക്കെ, ഇനി സെക്കൻഡ് ഓപ്ഷൻ, ആൻ ആട്രിബ്യൂട്ട് ഓഫ് ആൻ എൻറ്റിറ്റി ക്യാൻ ബി കോമ്പോസിറ്റ്. ട്രൂ. അതായത് ഇപ്പൊ നമ്മളെ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് ആണെങ്കിൽ ഇത് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ് ആണ് ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ആ ടേം തന്നെ കണ്ടില്ലേ നിങ്ങൾ, കോമ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട്. കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ അഡ്രസ് ഈസ് എ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്. അതിനകത്ത് സബ് ആട്രിബ്യൂട്ട്സ് കാണും, ലൈക്ക് സ്ട്രീറ്റ്, സിറ്റി, പിൻ കോഡ്, അങ്ങനെ. ഇനി ഓപ്ഷൻ സി നോക്കൂ. ഇൻ എ റോ ഓഫ് റിലേഷണൽ ടേബിൾ ആൻ ആട്രിബ്യൂട്ട് ക്യാൻ ഹാവ് എക്സാക്ട്ലി വൺ വാല്യൂ ഓർ എ നൾ വാല്യൂ. ട്രൂ അല്ലേ? റിലേഷണൽ ടേബിളിൽ an attribute can have exactly one value or a null value. അതായത് ഓരോ കോളത്തിലും, അതല്ലേ ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ കോളല്ലേ ഉദ്ദേശിക്കുന്നത്. ആ കോളത്തിലെ ഒരു റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാൽ അറ്റോമിക് വാല്യൂസ് മസ്റ്റ് കണ്ടെയ്ൻ അറ്റോമിക് വാല്യൂസ്, അതായത് സിംഗിൾ വാല്യൂസ്. ഇൻ കേസ് വാല്യൂ വാലിഡ് ആയിട്ടുള്ളത് ഇല്ല എങ്കിൽ നൾ ക്യാൻ ബി സ്റ്റോർഡ്. അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഓപ്ഷൻ സി ഈസ് ട്രൂ. ആൻഡ് ഓപ്ഷൻ ഡി, ഇൻ എ റോ ഓഫ് റിലേഷണൽ ടേബിൾ വിച്ച് ഈസ് ഇൻ 1NF. 1NF എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? അറ്റോമിക് വാല്യൂസ് മാത്രമേ പാടുള്ളൂ, അല്ലേ? an attribute can have more than one value. This is false, അല്ലേ? നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നോക്കേണ്ട കാര്യമില്ല. 1NF എന്ന് പറയുന്നത് തന്നെ അറ്റോമിക് വാല്യൂസ്, അതായത് ഒരു ആട്രിബ്യൂട്ടിന് സിംഗിൾ വാല്യൂ മാത്രമേ പാടുള്ളൂ. അത് കൂടുതൽ വാല്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്ത്, ടേബിൾ ഈസ് നോട്ട് ഇൻ 1NF എന്നല്ലേ നമ്മൾ പറയാ. സോ ദ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് given in the given options is option D. Let's move to the next question. Consider the following schedules involving two transactions. രണ്ട് ഷെഡ്യൂൾസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിനകത്ത് രണ്ട് ട്രാൻസാക്ഷൻസ് ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. Which one of the following statement is true? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് S1 S2 ഓക്കെ, കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണോ അത് അല്ലേ എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ചെക്ക് ചെയ്യേണ്ടത്. ഇത് ആക്ച്വലി ഒരു കൈൻഡ് ഓഫ് ഗേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഗേറ്റ് ലെവൽ മാത്രമല്ല, UGC നെറ്റ് ഗേറ്റിനകത്തൊരു 2007 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. 2017 ഈ ക്വസ്റ്റ്യൻ്റെ റിപ്പീറ്റേഷൻ UGC നെറ്റിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഗേറ്റ് ആൻഡ് UGC നെറ്റ് ലെവൽ നോക്കുമ്പോൾ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട്, റൂൾ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ലോജിക്കലി ഒരുപാട് തിങ്ക് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ അല്ല. പിന്നെ ഈ ചോദിച്ച ക്വസ്റ്റ്യൻസിൽ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ഷെഡ്യൂളിൻ്റെ ഓർഡർ, എക്സിക്യൂഷൻ ഓർഡറിന് ചെറിയൊരു ചേഞ്ച് ഉണ്ടായിരുന്നു. ഇതിലും കുറച്ച് അങ്ങനെ ഒരു ചേഞ്ചസ് വരുത്തിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് ആ ഒറിജിനൽ ക്വസ്റ്റ്യൻസിനേക്കാളും. എനിവേ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഈസിലി ആൻസർ ചെയ്യാം, എന്താണ് ഇതിലെ ബേസിക് കോൺസെപ്റ്റ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഡേറ്റാബേസിലെ കൺകറൻസി കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, കൺകറൻസി കൺട്രോൾ ആൻഡ് ട്രാൻസാക്ഷൻസ്, ആ ഒരു പാർട്ട് നല്ല രീതിയിൽ പഠിച്ച കുട്ടികൾക്ക് ഇത് പെട്ടെന്ന് ഉത്തരം കിട്ടും. പക്ഷേ നമ്മളത് സ്കിപ്പ് ചെയ്തിട്ടുള്ള ടോപ്പിക് ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും. ഓക്കെ, അപ്പോൾ ഒരു റാങ്ക് ഡിസൈഡിങ് ക്വസ്റ്റ്യൻ ആണ് വേണമെങ്കിൽ ഇത് എന്നൊക്കെ നമുക്ക് പറയാം നമ്മുടെ പ്രോഗ്രാമറിന്റെ ഒരു പേപ്പർ എടുക്കുവാണെങ്കിൽ. ഓക്കെ, ഒരു ഷെഡ്യൂള് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആവണമെങ്കിൽ ആ ഷെഡ്യൂളിന് ഈക്വലന്റ് ആയിട്ട് ഒരു സീരിയൽ ഷെഡ്യൂള് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. അതായത് ഈ തന്നിട്ടുള്ള കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസിന്റെ ഓർഡർ പ്രിസർവ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഷെഡ്യൂള് അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു സീരിയൽ ഷെഡ്യൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുമെങ്കിൽ നമുക്ക് അതിനെ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണെന്ന് പറയാം. എപ്പോഴാണ് രണ്ട് ഓപ്പറേഷൻസ് കോൺഫ്ലിക്റ്റ് ചെയ്യുന്നത്? രണ്ട് ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻസ് എന്നുള്ള ഓപ്പറേഷൻസ് ആകുമ്പോൾ കോൺഫ്ലിക്റ്റ് വരാം. അതുപോലെ തന്നെ സെയിം ഡേറ്റ ഐറ്റത്തിലാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്കിൽ രണ്ട് ഓപ്പറേഷൻസ് കോൺഫ്ലിക്റ്റ് ചെയ്യുന്നതിന് 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത്തത്, 2 operations conflicts if, നമുക്ക് എന്ത് പറയാ വെച്ചാൽ 3 കണ്ടീഷൻസ് അല്ലേ നമ്മൾ പറഞ്ഞ. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ they are from different transactions. ഓക്കെ, ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് ഓപ്പറേറ്റ് ഓൺ സെയിം ഡേറ്റ ഐറ്റം. തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ആ പറയുന്ന ഓപ്പറേഷനിൽ അറ്റ്ലീസ്റ്റ് 1 എന്തായിരിക്കണം? റൈറ്റ് ഓപ്പറേഷൻ ആയിരിക്കണം. ഇത് അറ്റ്ലീസ്റ്റ് 1. ഓക്കെ, അത് നിർബന്ധമാണ്. തന്നിരിക്കുന്ന ഷെഡ്യൂള് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമുക്ക് പ്രസിഡൻസ് ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്താൽ മതിയാവും. ഈ പ്രസിഡൻസ് ഗ്രാഫിനെ നമ്മൾ കോൺഫ്ലിക്റ്റ് ഗ്രാഫ് എന്നും ഇടയ്ക്ക് പറയാറുണ്ട്. നമുക്കിനി ഇതെങ്ങനെയാണ് ഈ ഒരു
പ്രസിഡൻസ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അതിൻ്റെ അൽഗോരിതമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ട്രാൻസാക്ഷൻസ് ഐഡന്റിഫൈ ചെയ്യണം. നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് എന്താണ് 2 ട്രാൻസാക്ഷൻസ് ആണുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് T1 ഉം T2 ആണ് ട്രാൻസാക്ഷൻസ് ഉള്ളത്. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് ഐഡന്റിഫൈ ചെയ്യണം. അതായത് പെയർസ് ഓഫ് കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം ഒരു ഡയറക്റ്റഡ് ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യണം. ഈ ഡയറക്റ്റഡ് ഗ്രാഫിനകത്ത് ഓരോ നോഡും ഒരു ട്രാൻസാക്ഷനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഡയറക്റ്റഡ് എഡ്ജ് ആഡ് ചെയ്യും. സേ a directed edge is added from Ti to Tj if Ti performs an operation that conflicts with Tj and appears earlier in the schedule. Okay. ഇനി സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് ചെക്ക് ഫോർ സൈക്കിൾസ്. ഈ ഡയറക്റ്റഡ് ഗ്രാഫാണ് നമ്മുടെ പ്രസിഡൻസ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഇതിനകത്ത് സൈക്കിൾസ് എന്തെങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇൻ കേസ് ഓഫ് cycle, this indicates schedule എന്ന് പറയുന്നത് not conflict serializable. ഇനി ഗ്രാഫ് acyclic ആണെങ്കിലോ this means the schedule is conflict serializable. Okay, ബേസിക് കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതിനകത്ത് നമുക്കിനി ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കേണ്ടത് ടൈപ്സ് ഓഫ് കോൺഫ്ലിക്ട്സ് ആണ്. ഓപ്പറേഷൻസ് നമ്മൾ പെയർ ചെയ്യുമ്പോഴേ നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ഓപ്പറേഷൻസ് പെയർ ചെയ്യണമെങ്കിൽ രണ്ടും ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻസിലുള്ളതായിരിക്കണം, ഓപ്പറേറ്റ് ഓൺ സെയിം ഡേറ്റ ആയിരിക്കണം, അതുപോലെ അറ്റ്ലീസ്റ്റ് 1 ഓപ്പറേഷൻ റൈറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു. ഇത് ടൈപ്സ് ഓഫ് കോൺഫ്ലിക്ട്സ് ഏതൊക്കെയാണ് എന്നുള്ളതും കൂടെ നമ്മൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമുക്കൊരു റീഡ് റൈറ്റ് കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതാണ് ഫസ്റ്റ് വൺ. റീഡ് റൈറ്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ റൈറ്റ് എഫക്ട്സ് ഫ്യൂച്ചർ റീഡ്സ്. പിന്നെ രണ്ടാമത്തെ റൈറ്റ് റീഡ് കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതായത് റീഡ് സീസ് അപ്ഡേറ്റഡ് വാല്യൂ. ഇനി ഫോർത്ത് വൺ എന്ന് പറയുമ്പോൾ ഒരു റൈറ്റ് കോൺഫ്ലിക്റ്റ് ആണ്. ഓർഡർ ഓഫ് റൈറ്റ്സ് മാറ്റേഴ്സ്. ഇതിനകത്ത് എന്താണ് നമ്മൾ പറയുന്നത്? റീഡ് റൈറ്റ് കോൺഫ്ലിക്റ്റ് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ റൈറ്റ് ഫ്യൂച്ചർ റീഡ്സിനെ അഫക്റ്റ് ചെയ്യുന്നു. റൈറ്റ് റീഡ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ റീഡ് ഒരു അപ്ഡേറ്റഡ് വാല്യൂ കാണുന്നു. റൈറ്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ ഓർഡർ ഓഫ് റൈറ്റ് മാറ്റേഴ്സ്. ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് ഈ ടൈപ്സ് ഓഫ് കോൺഫ്ലിക്ട്സ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ തന്നിട്ടുള്ള ഷെഡ്യൂൾസ് ഈ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം യൂസ് ചെയ്തിട്ട്, ഈ പറഞ്ഞ ബേസിക് കോൺസെപ്റ്റ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് കോൺഫ്ലിക്ട് സീരിയലൈസബിൾ ആണോ അല്ലേ എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഐ ആം ടേക്കിംഗ് എ ന്യൂ പേജ്. ഫസ്റ്റ് ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ R1 of x, R2 of x, then R1 of y, R2 of y, then W2 of y, then W1 of x. ആദ്യം തന്നെ ട്രാൻസാക്ഷൻസ് ഐഡന്റിഫൈ ചെയ്യണം. നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക് 2 ട്രാൻസാക്ഷൻസ് ആണുള്ളതെന്ന്. സോ T1 ഉം T2 ആണ് എൻ്റെ ട്രാൻസാക്ഷൻസ്. എൻ്റെ ഐഡന്റിഫൈ ചെയ്ത ട്രാൻസാക്ഷൻസ് എൻ്റെ ഡയറക്റ്റഡ് ഗ്രാഫിനകത്ത് നോട്ട്സ് ആയിരിക്കും. ഇനി നമുക്ക് കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് നമുക്കൊരു ടാബുലേറ്റ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. അത് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാനത് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. സോ ഫസ്റ്റ് കോളത്തിനകത്ത് ഓപ്പറേഷൻസ്, ദെൻ സെക്കൻഡ് കോളത്തിൽ നമ്മൾ ചെക്ക് ചെയ്യാണ് സെയിം ഡേറ്റ ഐറ്റം ആണോ അല്ലേ എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസിൽ ഒരെണ്ണം ഇതാണ്, കോൺഫ്ലിക്ട്സ് ഉണ്ടാവണമെങ്കിൽ സെയിം ഡേറ്റ ഐറ്റം ആയിരിക്കണം, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻസ് ആണോ എന്നുള്ളതാണ് തേർഡ് കോളം. ഓക്കെ, ദെൻ ഫോർത്ത് കോളത്തിൽ അറ്റ്ലീസ്റ്റ് 1 റൈറ്റ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് കോളത്തിൽ നമ്മൾ കോൺഫ്ലിക്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് പ്രസിഡൻസ് ഗ്രാഫിൽ എഡ്ജ് എങ്ങനെയായിരിക്കും എന്നുള്ളതും നമുക്ക് അറിയണം അല്ലേ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബേസിക്കലി അറിയണം നമ്മൾ. എങ്കിൽ മാത്രമേ നമുക്കിത് കോൺഫ്ലിക്ട് സീരിയലൈസബിൾ ആണോ അല്ലേ എന്നുള്ളത് പറയാനായിട്ട് പറ്റുള്ളൂ. ഇത് ഞാൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ S1 ഷെഡ്യൂൾ 1 ആദ്യം തന്നിട്ടുള്ള ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ R1 of x, then R2 of x വരുന്നുണ്ട്. സെയിം ഡേറ്റ ഐറ്റം ആണോ?
അതെ അല്ലേ, എക്സിലാണ് ഓപ്പറേഷൻ നടക്കുന്നത്. ഡിഫറെന്റ് ട്രാൻസാക്ഷൻസ് ആണോ? ആണ്. R1 R2 T1 ആൻഡ് T2നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതെ അല്ലേ, T1ഉം വരുന്നുണ്ട് ആൻഡ് T2 വരുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് വൺ റൈറ്റ് ആണോ? അൺഫോർച്ചുനേറ്റ്ലി നോ റൈറ്റ്. അതുകൊണ്ട് തന്നെ എന്ത് പറയാം, നമുക്ക് കോൺഫ്ലിക്റ്റ് ഇല്ല ആൻഡ് നോ എഡ്ജ് അറ്റ് ഓൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ് നോക്കൂ. R1 ഓഫ് വൈ ദെൻ R2 ഓഫ് വൈ. R1 ഓഫ് വൈ എടുത്തു, ദെൻ R2 ഓഫ് വൈ നടക്കുന്നുണ്ട്. സെയിം ഡേറ്റ ഐറ്റം ആണോ? അതെ. ഏതാണ് ഡേറ്റ ഐറ്റം? വൈ. ഡിഫറെന്റ് ട്രാൻസാക്ഷൻസ് ആണോ? അതെ, T1 ആൻഡ് T2. പക്ഷേ അറ്റ്ലീസ്റ്റ് വൺ റൈറ്റ് വരുന്നുണ്ടോ? ഇല്ല. കോൺഫ്ലിക്റ്റ് ഉണ്ടാവോ? അപ്പോ ഇല്ല. എഡ്ജ് കാണുമോ? അപ്പോ ഇല്ല. ഓക്കെ, ദെൻ ഇനി നോക്കൂ, ഞാൻ ഷെഡ്യൂൾ 1 ഫസ്റ്റ് റൈറ്റ്, അത് ട്രാൻസാക്ഷൻ 2ലാണ് നടക്കുന്നത്. ഫസ്റ്റ് റൈറ്റ് എൻകൗണ്ടർ ചെയ്യാണ്. അത് R1 ഓഫ് വൈക്ക് ശേഷമാണ് വരുന്നത് അല്ലേ? W2 ഓഫ് വൈ. ഓക്കെ, സെയിം ഡേറ്റ ഐറ്റം ആണോ? അതെ. ഇനി അടുത്തത് നോക്കൂ, ഡിഫറെന്റ് ട്രാൻസാക്ഷൻസ് ആണോ? അതെ, T1 ആൻഡ് T2. അറ്റ്ലീസ്റ്റ് വൺ റൈറ്റ് ഉണ്ടോ? യെസ്, റൈറ്റ് ഉണ്ട്. ഇനി കോൺഫ്ലിക്റ്റ് ഉണ്ടോ? ഉണ്ട്. ഏതാണ്? ഒരു റീഡ് റൈറ്റ് കോൺഫ്ലിക്റ്റ് ആണ് വരുന്നത് അല്ലേ? സോ ഫസ്റ്റ് ട്രാൻസാക്ഷന് സെക്കൻഡ് ട്രാൻസാക്ഷനിലോട്ടാണ് എന്ത് വരേണ്ടത്? ഡയറക്റ്റഡ് എഡ്ജ് വരേണ്ടത്. കാരണം this write occurs after reading first transaction. Okay, I hope you got the point. Now next write ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ എൻകൗണ്ടർ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കൂ, R2 ഓഫ് എക്സ് എക്സിന് ശേഷമല്ലേ വരുന്നത്? R2 ഓഫ് എക്സിന് ശേഷമാണ് വരുന്നത്. അപ്പം എനിക്ക് പറയാം ഓപ്പറേഷൻ R2 ഓഫ് എക്സ് ശേഷം എനിക്കൊരു W1 ഓഫ് എക്സ് വരുന്നുണ്ട്. സെയിം ഡേറ്റ ഐറ്റം അല്ലേ? അതെ, എക്സ് എന്ന് പറയുന്ന ഡേറ്റ ഐറ്റത്തിലാണ് നടക്കുന്നത്. ഡിഫറെന്റ് ട്രാൻസാക്ഷൻസ് ആണോ? അതെ, T2 T1ഉം അല്ലേ? അറ്റ്ലീസ്റ്റ് വൺ റൈറ്റ് വരുന്നില്ലയോ? ഓഫ് കോഴ്സ് യെസ്. കോൺഫ്ലിക്റ്റ് ഉണ്ടോ? ഉണ്ട്. അപ്പോൾ എഡ്ജ് വരുന്നത് എങ്ങനെയായിരിക്കും? T2 to T1 അല്ലേ വരുന്നത്? ഓക്കെ, നെക്സ്റ്റ് ഈ രണ്ട് റൈറ്റ്സ് എടുക്കുവാണെങ്കിൽ W2 ഓഫ് വൈ ട്രാൻസാക്ഷൻ 2 ഒരു റൈറ്റ് വരുവാണ്. ദെൻ W1 ഓഫ് എക്സ് ട്രാൻസാക്ഷൻ 1 ഒരു റൈറ്റ് വരാണ്. അപ്പോൾ ഇതിനകത്ത് പക്ഷേ സെയിം ഡേറ്റ ഐറ്റം ആണോ? അല്ല. എന്താ വെച്ചാൽ എക്സ് ഡിഫറെന്റ് ഐറ്റംസ് ആണ്, എക്സും വൈയും വരുന്നുണ്ട്. സോ ഇനി ഫർദർ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. സോ നമുക്ക് ഇവിടെ തന്നെ കൺക്ലൂഡ് ചെയ്യാം, ദർ ഇസ് നോ എഡ്ജ് അറ്റ് ഓൾ. അപ്പോൾ ഈ S1ന്റെ പ്രസിഡൻസ് ഗ്രാഫ് എന്ന് പറയുന്നത് T1 to T2 ഒരു ഡയറക്റ്റഡ് എഡ്ജ് നമുക്ക് കാണും. സിമിലർലി T2 to T1ഉം ഒരു ഡയറക്റ്റഡ് എഡ്ജ് കാണും. ഇവിടെ നോക്കൂ, നമ്മൾ കാണുന്നത് ഒരു സൈക്കിൾ അല്ലേ? അതായത് ഒരു സൈക്കിൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? S1 ഈസ് നോട്ട് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ. S1 നോട്ട് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ. ഓക്കെ, S1 നോട്ട് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ വരുന്ന രണ്ട് ഓപ്ഷൻസ് ആണ് ഈ കേസിൽ വരുന്നത്. S1 ആൻഡ് S2 ആർ നോട്ട് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ. ഈതർ ഈ ഓപ്ഷൻ ആവാം നമ്മുടെ റൈറ്റ് ആൻസർ, അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ ഓപ്ഷൻ ഡി ആവാം നമ്മുടെ ആൻസർ. ഇനി നമ്മൾ S2 ഷെഡ്യൂൾ 2 കൂടെ കണ്ടാലേ ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ എന്ന് പറയാനാവൂ. ബിയും സിയും റോങ് ആണെന്നുള്ളത് നമുക്ക് ഉറപ്പായി. ഓക്കെ, സോ നമുക്കിനി ഷെഡ്യൂൾ 2 എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഞാനൊരു ഫ്രഷ് പേജിലാണ് അത് ചെയ്യുന്നത്. അപ്പൊ നേരത്തെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് രണ്ട് ട്രാൻസാക്ഷൻസ് ഷെഡ്യൂൾ 2 നമുക്ക് ഉണ്ട്, T1ഉം T2ഉം അല്ലേ? നേരത്തെ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ടാബുലേറ്റ് ചെയ്യാം. ആദ്യം തന്നെ ഓപ്പറേഷൻസ് ഉണ്ട്, പിന്നെ സെയിം ഡേറ്റ ഐറ്റം ആണോ എന്ന് ചോദിക്കുന്നു. പിന്നെ ഡിഫറെന്റ് ട്രാൻസാക്ഷൻസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം നമുക്ക്. പിന്നെ നെക്സ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ റൈറ്റ് വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ദെൻ കോൺഫ്ലിക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് നമ്മളിവിടെ കൺഫേം ചെയ്യണം. ദെൻ നേരത്തെ ചെയ്തത് ഏതായിരുന്നു? എഡ്ജ് ഇൻ പ്രസിഡൻസ് ഗ്രാഫ്. ഇത്രയാണ് നമുക്ക് കോളംസ് വരുന്നത് അല്ലേ? ഇനി നമുക്ക് 1 by 1 ആയിട്ട് ഷെഡ്യൂൾ 2 ഓപ്പറേഷൻസ് നോക്കാം കേട്ടോ. ഓക്കെ, ഷെഡ്യൂൾ 2 ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് R1 ഓഫ് എക്സ് ടു R2 ഓഫ് എക്സ്. സെയിം ഡേറ്റ ഐറ്റം ആണോ? അതെ, എക്സ് അല്ലേ വരുന്നത്. ഇനി നോക്കൂ, ഡിഫറെന്റ് ട്രാൻസാക്ഷൻസ് ആണോ? ആണ്, T1 ആൻഡ് T2. ഇനി അറ്റ്ലീസ്റ്റ് വൺ റൈറ്റ് വരുന്നുണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി ഇല്ല. സോ നോ എഡ്ജ്, കോൺഫ്ലിക്റ്റും ഇല്ല. നെക്സ്റ്റ് നോക്കൂ, R2 ഓഫ് വൈയും W2 ഓഫ് വൈയും ആണ് വരുന്നത്. ഓക്കെ, W2 ഓഫ് വൈ.
ഇതിനകത്ത് സെയിം ഡേറ്റ ആണോ? യെസ്, വിച്ച് ഇസ് വൈ. ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻസ് ആണോ? നോ. T2ലാണ് 2 ട്രാൻസാക്ഷൻ വരുന്നത്. റീഡ് ആണെങ്കിലും റൈറ്റ് ആണെങ്കിലും T2ലാണ്. അറ്റ്ലീസ്റ്റ് 1 റൈറ്റ് ഉണ്ട്. ഇനി അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല, കാരണം ഇവിടെ വെച്ചിട്ട് നമുക്ക് ഉറപ്പായി കോൺഫ്ലിക്റ്റ് ഇല്ല. ബിക്കോസ് ഇറ്റ്സ് ഡിഫറെൻറ്റ്, ഇറ്റ്സ് നോട്ട് ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻ, ഇറ്റ്സ് ബോത്ത് ഹാപ്പൻസ് ഇൻ ട്രാൻസാക്ഷൻ 2. അതുകൊണ്ട് തന്നെ നോ എഡ്ജ് അറ്റ് ഓൾ. ഇനി നിങ്ങൾ നോക്കൂ, W2 ഓഫ് Y, ദെൻ W2 ഓഫ് Y കഴിഞ്ഞിട്ടാണ് R1 ഓഫ് Y വരുന്നത് അല്ലേ? അപ്പോൾ R1 ഓഫ് Y ഇതിനകത്ത് സെയിം ഡേറ്റയിലല്ലേ, ഡേറ്റ ഐറ്റം അല്ലേ വരുന്നത്? യെസ്. ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻസ് ആണോ? ഓഫ് കോഴ്സ് യെസ്. ഏതൊക്കെയാണ്? T2 ആണ് ആദ്യത്തതെങ്കിൽ അടുത്തത് T1 ആണ് അല്ലേ? അറ്റ്ലീസ്റ്റ് 1 റൈറ്റ് വരുന്നുണ്ടോ? യെസ്. കോൺഫ്ലിക്റ്റ് വരുന്നുണ്ടോ? ഓഫ് കോഴ്സ് യെസ്. സിൻസ് ഓൾ ദീസ് 3 കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്, ദർ ഈസ് എ കോൺഫ്ലിക്റ്റ്. അങ്ങനെയാണെങ്കിൽ തന്നിട്ടുള്ള ഓപ്പറേഷൻ വെച്ചിട്ട് നമുക്ക് എഡ്ജിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? T2 to T1 അല്ലേ ആയിരിക്കാം? അപ്പോൾ ആ എഡ്ജ് അങ്ങോട്ട് ഇവിടെ അങ്ങ് വരച്ചു കൊടുക്കുക ആദ്യം തന്നെ. ഓക്കെ, നേരത്തെ നമ്മൾ അങ്ങനെ തന്നെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. സോ ഇത് ഞാൻ ആ കോളം ചെയ്തപ്പോൾ തന്നെ ചെയ്തെന്ന് മാത്രം. ഓക്കെ, ഇനി നെക്സ്റ്റ് R2 ഓഫ് എക്സിന് ശേഷമാണ് നമുക്ക് എന്ത് വരുന്നത്? W1 ഓഫ് എക്സ് വരുന്നത് അല്ലേ? R2 ഓഫ് എക്സിന് ശേഷമാണ് അല്ലേ? ഇവിടെയാണ് വരുന്നത്. ഓക്കെ, ടു W1 ഓഫ് എക്സ് വരുന്നുണ്ട്. സോ സെയിം ഐറ്റം ആണോ? അതെ, എക്സിലാണ്. ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻ ആണോ? ഓഫ് കോഴ്സ് യെസ്. T2 ആൻഡ് T1. അറ്റ്ലീസ്റ്റ് 1 റൈറ്റ് വരുന്നുണ്ടോ? യെസ്. സോ കോൺഫ്ലിക്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലേ? യെസ്. എഡ്ജിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ബി ഓൾസോ T2 to T1. ഇതിനകത്ത് ഇനി T2 to T1 ഓൾറെഡി ഒരു ഡയറക്റ്റഡ് എഡ്ജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ദർ ഈസ് നോ നീഡ് ടു റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് ഈ പ്രസിഡൻസ് ഗ്രാഫിനകത്ത് ഏതെങ്കിലും സൈക്കിൾ വരുന്നുണ്ടോ? No. So since this is acyclic, we can say that S2 എന്ന് പറയുന്നത് എന്താണ്? കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണ്. ഇനി ഓപ്ഷൻസ് നോക്കൂ. ബോത്ത് S1 ആൻഡ് S2 ആർ നോട്ട് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ. ഇതും റോങ് ആണ് അല്ലേ? ഇത് രണ്ടും ബിയും സിയും റോങ് ആണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. സോ we can say that the right option is option D, which states that only schedule 2 is conflict serializable. I hope you got the entire concept. Okay, നിങ്ങൾ ഇതുപോലത്തെ ഒരു സെയിം ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞിട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. Now let's move to the next question. Which of the following is true? Okay, നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. എവറി റിലേഷൻ ഇൻ 3NF ഈസ് ഇൻ BCNF. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്? എവറി റിലേഷൻ ഇൻ 3NF ഈസ് ഇൻ BCNF. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. BCNF-ലുള്ളത് വേണമെങ്കിൽ 3NF-ലാവാം. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? BCNF വരയ്ക്കുമ്പോൾ BCNF-നകത്താണെങ്കിൽ നമുക്ക് പറയാം എന്ത്? 3NF സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ ആരാണ് വരുന്നത്? ഒരു 2NF വരുന്നുണ്ടായിരിക്കും, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടായിരിക്കും. എന്താ പറയുക, ഒരു വൃത്തികേടായിട്ട് വരയ്ക്കണമെങ്കിൽ സോറി കേട്ടോ. ദെൻ 2NF-ലാണെങ്കിൽ ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ബി ഇൻ വാട്ട്? 1NF. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കറക്റ്റ് അല്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ ഫോൾസ് ആണ്. നമുക്ക് ട്രൂ ആയിട്ടുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇതാണ്. തേർഡ് നോർമൽ ഫോം എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി അലോ ചെയ്യുന്നുണ്ട്. വെറെ നോൺ പ്രൈം ആട്രിബ്യൂട്ട് ഡിപ്പെൻഡന്റ് ഓൺ എ പ്രൈം ആട്രിബ്യൂട്ട്, അതായത് പാർട്ട് ഓഫ് എ കാൻഡിഡേറ്റ് കീ ആയിരിക്കും 3NF എന്ന് പറയുമ്പോൾ. BCNF ബോയ്സ് കോഡ് നോർമൽ ഫോമിന് എങ്ങനെയാണ്? അതെന്ന് പറയുന്നത് ഒന്നുകൂടെ സ്ട്രിക്റ്റർ ആണ്. ഡസ് നോട്ട് അലോ എനി പാർഷ്യൽ ഡിപ്പെൻഡൻസി ഓർ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി. ഓക്കെ, നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. ഇത് നമ്മളൊരു എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ അതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം കേട്ടോ. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ലോസ്ലെസ് ഡിപ്പെൻഡൻസി പ്രിസർവിംഗ് ഡീകോമ്പോസിഷൻ ഇൻടു BCNF ഈസ് ഓൾവേസ് പോസിബിൾ. ലോസ്ലെസ് ഡീകോമ്പോസിഷൻ into BCNF is always possible. Lossless decomposition into BCNF is always possible. അതായത് ensuring dependency preservation while decomposing into BCNF is not always possible. ഇതിനകത്ത് always possible എന്നാണ് കൊടുത്തിട്ടുള്ളത്. Not always, it's not always possible. In some cases, decomposition into BCNF results in the loss of functional dependencies എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. Okay, now let's go to the third option. A relation with two attributes in BCNF. Relation with
two attributes is in BCNF. Of course, true. അല്ലേ? രണ്ട് attributes ഉള്ളൂ എന്ന് വിചാരിക്കുക. Then there can only be one functional dependency. അതായത് say A to B. അങ്ങനെയാവാം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം A to B എന്നാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? A എന്ന് പറയുന്നത് ഒരു കാൻഡിഡേറ്റ് കീ ആയിരിക്കും അല്ലേ? Which makes the relation BCNF by default. അല്ലേ? So option C is true. ഇനി നമുക്ക് ഫൈനൽ ഓപ്ഷൻ കൂടെ നോക്കാം. No relation can be in both BCNF and 3NF. അത് ഫോൾസ് ആണ്. BCNF is a stricter form of 3NF എന്നല്ലേ നമ്മൾ കുറച്ചെടുത്ത് പറഞ്ഞത് തന്നെ. ഈ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് പറയാലോ അത്. So this is false അല്ലേ? If a relation is already in BCNF, it automatically satisfies 3NF എന്നല്ലേ പഠിച്ചത്. So we can say that option C is a true statement. Okay, so here I am winding up this video. So rest of the questions will be discussing in the next video. Okay, appo ninge ee video useful aayittu feel cheyyunnundengil please do like, and if you have any doubts or need clarifications or any suggestions, please do use the comment section for that. If you haven't subscribed the channel yet, please do subscribe. Okay, appo signing off, your study partner Click. Stay focused on what really matters.